ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ ഫിഷ് കറിയുമായിട്ടാണ്. മുളകിട്ട അയലക്കറി. അയലക്കറി ഇങ്ങനെ വെച്ച് കഴിച്ചിട്ടുള്ളവരല്ലെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്യേണ്ടതാണ്. അടിപൊളി ടേസ്റ്റാണ്. നമുക്കെങ്ങനെ വെക്കുന്നത് നോക്കിയാലോ. രാവിലെ നമുക്ക് 3 അയല കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ അയല നമുക്ക് കട്ട് ചെയ്ത് വൃത്തിയാക്കി എടുക്കാം. ക്ലീൻ ചെയ്ത് അതിൻ്റെ സ്കിന്നൊക്കെ കളയേണ്ട രീതിയിലൊക്കെ കളഞ്ഞിട്ട് നല്ലോണം വാഷ് ചെയ്തെടുക്കുക. വാഷ് ചെയ്തെടുത്തിട്ട് നമുക്ക് കറി വെക്കാവുന്നതാണ്. അതിന് കൂടെ തന്നെ നമ്മൾ കുറച്ച് കുടംപുളി എടുത്ത് വെള്ളത്തിലിട്ട് വെക്കുന്നുണ്ട്. കാരണം കുടംപുളി ഇട്ടാൽ നമ്മൾ മീൻ കറി വെക്കുന്നത്. ആദ്യം നമ്മൾ ചെയ്യുന്നത് ഇതിൻ്റെ മസാല റെഡിയാക്കുക എന്നുള്ളതാണ്. അപ്പം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഈ 3 പൊടികളും കൂടെ ചേർത്ത് നല്ലോണം മൂപ്പിച്ചെടുക്കുക. ഒത്തിരി കരിഞ്ഞു പോകരുത്. ഒരു മീഡിയം ലെവലിൽ മൂപ്പിച്ചെടുത്ത് മാറ്റി വെക്കണം. അപ്പം നമ്മൾ അത് ചൂടാക്കുമ്പോൾ ഷാലോ ഫ്ലെയിമിലായിരിക്കണം നമ്മുടെ അടുപ്പ് വെച്ചേക്കേണ്ടത്. ചെറുതായിട്ട് ചൂടാക്കി എടുക്കുക. നമ്മൾ മീൻ ചട്ടിയിലാണ് മീൻ കറി വെക്കുന്നത്. അപ്പം ചട്ടി നമ്മൾ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അടുപ്പിൽ വെച്ച് ചട്ടിയിലെ വെള്ളം പറ്റുന്ന ഗ്യാപ്പിൽ നമ്മൾ ചൂടാക്കി വെച്ച ആ മസാല നമുക്ക് അരച്ചെടുക്കാം. കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്ത് മിക്സിയിൽ നല്ലോണം അരച്ചെടുക്കുക. ചട്ടിയിലെ വെള്ളമൊക്കെ പറ്റി. അപ്പോൾ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് നമ്മൾ ഒഴിച്ച് കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് വെളിച്ചെണ്ണ നല്ലോണം ചൂടാകുമ്പോഴത്തേക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉലുവയാണ് മെയിൻ കണ്ടൻറ്റ്. ഉലുവ ഇടാൻ മറക്കണ്ട. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് വെളുത്തുള്ളി, കുറച്ച് ചുവന്നുള്ളി, പച്ചമുളക് 2 എണ്ണം, പിന്നെ കുറച്ച് ഇഞ്ചി. ആദ്യം വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ഇട്ട് വഴട്ടിയെടുക്കുന്നുണ്ട്. വഴട്ടിയെടുത്തതിന് ശേഷം അതിലൂടെ തന്നെ പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ചുവന്നുള്ളി ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് ഒത്തിരി അങ്ങ് വരേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊരു ഷാലോ പോലെ ചെയ്താൽ മതി. നല്ല ബ്രൗണൊന്നും ആവേണ്ട ആവശ്യമില്ല. ചെറിയൊരു പച്ചപ്പ് പോയാൽ മതി. അത്രത്തേക്ക് മാത്രം വഴന്നത്. അതിൻ്റെ ഒരു പകുതി പച്ചപ്പ് നമുക്ക് വേണം ഫിഷ് കറിയിൽ. ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറി ലീവ്സും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കറി ലീവ്സും ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. അതിന് ശേഷം നമ്മൾ ഓൾറെഡി അരച്ച് വെച്ചിരുന്ന അരപ്പ് ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ കാശ്മീരി ചില്ലിയാണ് യൂസ് ചെയ്തുകൊണ്ടാണ് മുളക് പൊടി ഈക്വൽ ക്വാണ്ടിറ്റി ആയിട്ട് തന്നെ എടുത്തത്. നമ്മളിപ്പോൾ എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ നമ്മുടെ വീട്ടിലെ ആൾക്കാരുടെ എരിവ് അനുസരിച്ചിട്ട് വേണം മുളക് പൊടി ആഡ് ചെയ്യാനായിട്ട്. മഞ്ഞൾപ്പൊടി കുറച്ചൊരു എമൗണ്ട് മതിയാവും. അപ്പോൾ ഇത് ഓൾറെഡി നമ്മൾ ചൂടാക്കി അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിരുന്ന പുളി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പുളിയും കൂടെ ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഇത് നല്ലോണം തിളപ്പിച്ചെടുക്കണം. ചെറുതായിട്ട് തിളച്ച് വന്നതിന് ശേഷം ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. ഉപ്പ് ഈ സമയത്താണ് നമ്മൾ ആഡ് ചെയ്തത്. പുളിയും ഉപ്പും നമ്മൾ അടച്ചു വെച്ച അരപ്പും എല്ലാം കൂടെ നല്ലോണം തിളച്ച് വരണം. നമ്മൾ ഫ്ലെയിം കൂട്ടി വെച്ച് കുറച്ച് നേരം അത് തിളപ്പിച്ചെടുക്കുക. തിളപ്പിച്ചെടുത്തതിന് ശേഷം ഇതിനകത്തോട്ടാണ് നമ്മൾ നമ്മുടെ ഫിഷ് ഇടുന്നത്. അരപ്പ് നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. നമ്മുടെ ഫിഷ് കട്ട് ചെയ്ത് വെച്ചിരുന്ന ഫിഷ് അതിലോട്ട് ആഡ് ചെയ്യുക. 1 by 1 ആയിട്ട് ആഡ് ചെയ്യുക. പൊടിഞ്ഞു പോകാതെ നോക്കുക. ഇപ്പോൾ അയല മീനൊക്കെ ആയതുകൊണ്ട് അത് അത്യാവശ്യം സ്ട്രോങ് ആണ്. അതങ്ങനെ അടന്നൊന്നും പോകില്ല. സോ ഓരോന്ന് 1 by 1 ആയിട്ട് ഇടുക. ഇട്ടതിന് ശേഷം നമ്മളൊരു മൂടി വെച്ച് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം. അപ്പം ഒരുപാട് വെന്ത് പോവരുത്. മീനിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി പോവാണ്ട് തന്നെ, അത് അടന്ന് പോവാണ്ട് തന്നെ നമ്മൾ അത് വേവിച്ചെടുക്കാൻ വേണ്ടി നോക്കണം. ലാസ്റ്റ് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് ഉലുവാപ്പൊടിയാണ്. കുറച്ച് ഉലുവാപ്പൊടി എടുത്ത് ഈ തിളച്ച ഇതിലോട്ട് ഇങ്ങനെ തൂവി കൊടുക്കുക. എന്നിട്ട് ഇതൊരു ടേസ്റ്റ് മേക്കർ പോലെയാണ് സംഭവം. അത്യാവശ്യം നല്ലൊരു ഫ്ലേവർ നമ്മുടെ കറിക്ക് തരും. അപ്പോൾ ഇത് ഇളക്കാനൊന്നും പറ്റത്തില്ലാത്തതുകൊണ്ട് നമ്മളിങ്ങനെ എടുത്ത് ചുറ്റി വെക്കണം. കാരണം ഇനിയും തവിയിട്ട് ഇളക്കുന്നത് അത്ര ഇതല്ല. കാരണം മീൻ ഉടഞ്ഞു പോകും. ലാസ്റ്റ് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഇതുപോലെ ചുറ്റി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഒരു തണ്ട് കറി ലീവ്സ് അതും നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇൻഗ്രീഡിയൻസ്. ലാസ്റ്റ് ഈ കറി ലീവ്സ് ആഡ് ചെയ്യുന്നതും ഒരു പ്രത്യേക ഫ്ലേവർ കൊടുക്കും. അതുപോലെ തന്നെ വെളിച്ചെണ്ണ ആഡ് ചെയ്യുന്നതും നമ്മുടെ മീൻ കറിക്ക് ഒരു പ്രത്യേക ഫ്ലേവർ കൊടുക്കും. അഗെയിൻ തവിയിട്ടൊന്നും നമ്മുടെ ഫിഷ് കറി ഇളക്കരുത്. നമ്മളിങ്ങനെ ജസ്റ്റ് ചട്ടി എടുത്തിട്ട് ഒന്ന് ചുറ്റിച്ച് വെച്ചാൽ മതി. അത്രയേ ഉള്ളൂ. ഇത് ഇരുന്ന് പറ്റി നല്ല ഈ ഒരു ഇത് ടെക്സ്ചറിൽ വരും. ഇത് നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, വാച്ച് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ബൈ ബൈ.